എന്താളിയാ ആലോചിക്കണേ? അതൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കണേ, നമ്മളെ ഈ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ കാടായിട്ട് ഇങ്ങനെ കിടക്കല്ലേ ഈ സ്ഥലം. അതുകൊണ്ടാണ് ഇവിടെ ആനയും പുലിയും കടുവയൊക്കെ ഉണ്ടാവണതേ. ഇതൊക്കെ വെട്ടിയിട്ട് ഇവിടെ വലിയ റിസോർട്ട്, അതേപോലെ ഫ്ലാറ്റ്, ടൂറിസ്റ്റ് മേഖല ആക്കി മാറ്റിയിട്ട് സംഭവം വലിയ ഫണ്ടിങ് ഉണ്ടാക്കാം നമുക്ക് ഇവിടെ. അളിയന്റെ വയറ് നിറച്ച് ബുദ്ധി തന്നെ. പാണ്ടോടത്ത് പ്രയോഗിക്കണ ബുദ്ധി. പെങ്ങളെ കെട്ടിച്ചെന്നപ്പോ എല്ലാ സ്ഥലമൊക്കെ വിറ്റ് തൊലച്ചു. പോൽക്ക് ചെലവ് കൊടുക്കണം ഞാന്. ഇങ്ങനെ തുണി മാറ്റി രാവിലെ ഇറങ്ങി ഇങ്ങനെ ബലസ. ഞങ്ങൾക്ക് ഈ കാടും കൂടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ പെങ്ങളെ കെട്ടിച്ച് തന്ന സമയത്ത് എനിക്ക് തന്ന സ്ഥലത്ത് എന്താ ഉണ്ടാക്കി നിങ്ങള്? ചേമ്പും പൂളിയും. ഇന്ന് അവിടെ എന്താണ്? വലിയ ഫ്ലാറ്റുകളാ, വികസനം വരിക നാട്ടില്. നിങ്ങളെപ്പോലെ ഈ മൂരാച്ചികൾക്ക് ഒരു സംഭവം അറിയില്ല. ആ ചേമ്പും പൂളിയും തന്നെ നിങ്ങൾക്ക് അറിയില്ല. ഇതാണ് നിങ്ങളെ പ്രശ്നമാലിയാ. എന്നോണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഇല്ല, സ്ഥലം വിറ്റുമുടിക്കാണ്ട് ഈ കയറ്റിയ ബിൽഡിംഗ് ഒന്നല്ലല്ലോ. സ്ഥലം വാങ്ങിയോല് കയറ്റിയ ബിൽഡിംഗ് അല്ല, എന്റെ ബിൽഡിംഗ് അല്ലല്ലോ. രാവിലെ തന്നെ അളിയനും തുടങ്ങിയോ? ഇല്ലത് മുഴുവൻ വിറ്റുമുടിച്ചാണ്ടേ ഓ വികസനം കൊടുന്ന്. ഞാനൊരു കാര്യം പറഞ്ഞു, അത് അളിയന് പറ്റണില്ല. അതന്നെ ഇവിടുത്തെ പ്രശ്നം. എന്താ ഈ കാട് വെറുതെ ഇങ്ങനെ കുറെ മരങ്ങളും കാടും ആയിട്ട് നിൽക്കല്ലേ? അതൊക്കെ വെട്ടി മാറ്റിയിട്ട് അവിടെ ഫ്ലാറ്റ് ഉണ്ടാക്കണം, റിസോർട്ട് ഉണ്ടാക്കണം. ആ ഒരു കാര്യം പറയുമ്പോ ബുദ്ധി ഇല്ലാത്ത ആൾക്ക് മനസ്സിലാവോ? അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്റെ പെങ്ങളെ കെട്ടിച്ചെടുത്തന്ന് തുടങ്ങിയ ദുരിതാണ് എന്റെ പെങ്ങക്ക്. ഈ കൈതൊക്കെ അതൊന്നുമില്ല. ഇതാലോചിച്ചിട്ട് ഞാനും പെണ്ണട്ടാത്. ഏത് കാര്യണ്ട്? ഇപ്പൊ അളിയാൻ പറഞ്ഞ കാര്യമാണ്. എന്ത് കാര്യം? അളിയാൻ പറഞ്ഞ ശരിയാണ്. എന്ത് ശരി? അളിയനിപ്പൊ പറഞ്ഞത് ശരിയാണ്. പെങ്ങളെ കെട്ടിച്ചുള്ള സംഭവം പറഞ്ഞത് ശരി. ആ പെങ്ങളെ കെട്ടിട്ടേ ആ പെങ്ങളെ ഞാൻ പൊന്നു പോലെ നോക്കണത് അറിയണക്ക്. പൊന്നു പോലെ. ഓൻ പൊന്നു പോലെ തന്നെ നോക്കണേ. ഒരു തരി പൊന്നോളം മേത്തില്ല, മുഴുവൻ വിറ്റ് മുടിച്ചീന്. അത് ശരി. അല്ല, നിങ്ങളിപ്പോ ഏതാ ശരിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിക്ക? ഇത് അളിയനുള്ള പ്രശ്നമല്ലേ? അത് ഞങ്ങൾ തീർത്തോണ്ട്. ഇത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ശരിയും കൊണ്ട് ഇറങ്ങിക്ക. ഇതന്നെ എനിക്കും പറയാല്ലേ. ഇത് ഞാൻ അളിയല്ല പ്രശ്നമാണ്. അത് ഞങ്ങൾ തീർത്തോളാം. ഇതിൽ ഇടപെടണ്ട. നിങ്ങളെ അളിയനും ഒന്നായില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? ഞാനോട് പോയാ പോരെ? ഞങ്ങള് തീർത്തോണ്ട് കേട്ടോ. എന്തോ ഒരു സന്തോഷം. ഓരോരുത്തരുടെ പ്രശ്നമെങ്കിലും ഒക്കെ ഇങ്ങോട്ട് കോലിട്ട് ഇളക്കി അതിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖം, ആശ്വാസമായി, സന്തോഷമായി.